എല്ലാവർക്കും MK പ്ലാൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ശർക്കര മൈലാഞ്ചി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അത് ശർക്കര വെച്ചിട്ടല്ല, പഞ്ചസാര വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടി ഞാനൊരു കുക്കറാണ് എടുത്ത്. കുക്കർ തന്നെ വേണമെന്നില്ല, ഏത് അടി കട്ടിയുള്ള ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം കേട്ടോ. അതിന് ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 ടീസ്പൂണ് വലിയ ജീരകം, 2 ടീസ്പൂണ് ചെറിയ ജീരകം, പിന്നെ 3 ടേബിൾ സ്പൂൺ ചായപ്പൊടി എടുത്തിട്ടുണ്ട്. ജീരകം നിർബന്ധമല്ല, ജീരകം എന്തിനാ വെച്ചാൽ ഒരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ്. മറ്റ് പഞ്ചസാരയും ചായപ്പൊടി മാത്രമാകുമ്പോൾ ഭയങ്കര ഒരു പുകൻ്റെ സ്മെല്ലായിരിക്കും വരിക. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ജീരകം ഇടുന്നത് കേട്ടോ. അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ എടുക്കുന്നത് അലുമിനിയം ഫോയിലാണ്. അത് കുക്കറിൻ്റെ അടി വെക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റേ നമ്മൾ കുക്കർ കേകി എടുക്കാൻ ഭയങ്കര പാടായിരിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ അലുമിനിയം ഫോയിൽ അടിയിൽ വെക്കുന്നത്. അത് 2 പീസ് എടുത്തിട്ട് ഇതേപോലെ വെച്ചെടുക്കുക, 2 ഷെയ്ഡിലും ആക്കി. അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച പഞ്ചസാരൻ്റെ മിക്സ് ഇതിൻ്റെ ഷെയ്ഡിലൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. അതിന് മുന്നേ നമ്മളൊരു പാത്രം കമത്തി വെച്ചിട്ട് അതിൻ്റെ നടുക്ക് കമത്തി വെച്ചിട്ട് അതിൻ്റെ ഷെയ്ഡിലൂടെ ഇട്ട് കൊടുക്കുക. ഇനി കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഞാനത് വിട്ടുപോയി. അതുകൊണ്ട് ഇതിൻ്റെ നടുഭാഗം നമ്മളിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ നീക്കി കൊടുക്കേണ്ടി വരും. മറ്റതിൻ്റെ ആവശ്യം വരില്ല അങ്ങനെ ചെയ്താൽ. അപ്പോൾ നടുവിൽ പാത്രം വെക്കുന്നതാണല്ലോ. അപ്പം അതിൻ്റെ അടിഭാഗത്തേക്കൊന്നും ഈ മിക്സ് വരാതെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ നടുക്കൊരു പാത്രം വെച്ചെടുക്കുക. എന്നിട്ട് ഇത് ഗ്യാസിൽ വെക്കുക കേട്ടോ. അതിന് ശേഷം ഇതേപോലെ ഒരു പാത്രത്തിൽ അതിൻ്റെ മുകൾ ഭാഗത്ത് വെള്ളം വെച്ചിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിൽ വേണമെങ്കിൽ നമുക്ക് ഐസ് ക്യൂബ് വേണമെങ്കിൽ ഇടാം കേട്ടോ. ഞാനൊരു 3-4 ഐസ് ക്യൂബ് ഇട്ടിട്ടുണ്ട്. നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ഇടാം. എന്നിട്ട് നന്നായിട്ട് തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. ഒരു അരമണിക്കൂറൊക്കെ വെച്ച് കൊടുക്കുക കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് എടുത്ത് നോക്കുകയൊക്കെ ചെയ്യാം, അതിനകത്ത് വെള്ളം ആയിട്ടുണ്ടോ. ഇത് ഞാൻ ആദ്യം ഇത് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു പാത്രം. ഇനി ഇത് അടിയൊക്കെ നാശമായി പോയിന്. അതിന് ശേഷമാണ് ഇപ്പോൾ ഞാനിങ്ങനെ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതൊരു പൈൻറ്റിൻ്റെ ടിന്നാണ്. അപ്പോൾ ഇത് വെള്ളം കുറച്ച് വറ്റി പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ എടുക്കാൻ കുറച്ച് വൈകിപ്പോയി. എന്നാലും ഉള്ളത് നല്ല കളറായി വന്നിട്ടുണ്ട്. നല്ല ബ്ലാക്ക് കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ കുക്കറാണ്, അതിൻ്റെ അടിഭാഗമാണ് കേട്ടോ. അപ്പോൾ ഈ പാത്രമൊക്കെ നമ്മൾ നന്നായിട്ട് കഴുകി, വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല കഴുകി എടുക്കാൻ. വേഗം തന്നെ നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടീസ്പൂണ് മൈദയാണ് കേട്ടോ എടുത്ത്. അപ്പോൾ ഇതിന്ന് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നാളത്തേക്കൊക്കെ നല്ല കളർ വരുള്ളൂ. അത് നമ്മൾ എടുക്കുമ്പോൾ അത്ര കളർ ഉണ്ടെന്ന് തോന്നൂല. പിന്നെയാണ് ഇതിങ്ങനെ നന്നായിട്ട് ചുമന്ന് വരിക. ഞാൻ എൻ്റെ കൈമേൽ 2 പ്രാവശ്യം ഇട്ട് കൊടുത്തിരുന്നു. അതിന് അത്യാവശ്യം ചുമന്ന് വന്നതാണ് കേട്ടോ.
നിങ്ങൾ നല്ല ബ്ലാക്ക് നല്ല കളറ് തന്നെ ഉണ്ട് ഉള്ളത്. വെള്ളം നല്ല മുറ്റിൽ കിട്ടിയിട്ടുണ്ട്. ഇതിനേക്കാളും വെള്ളം കിട്ടും. ഞാൻ കുറച്ച് വൈകിപ്പോയി എടുക്കാൻ, കുറേ നേരമായിപ്പോയി. അപ്പോൾ ഈ വീഡിയോ ഇത്രക്കൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.